രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് വിശദാംശങ്ങൾ? നാളെയാണ് സത്യപ്രതിജ്ഞ. തീരുമാനമായോ? ഔദ്യോഗികമായി പ്രഖ്യാപിച്ചോ? അനിൽ നമ്പ്യാർ, ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിട്ടില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് BJPയുടെ ഈ നിർണായക നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇപ്പോൾ MLA മാർ, ഈ നിയുക്ത MLA മാർ പുറത്തേക്ക് എത്തുകയാണ്. ഇനി ഏത് നിമിഷം വേണമെങ്കിലും ഔദ്യോഗികമായൊരു പ്രഖ്യാപനം നടത്തും. രേഖ ഗുപ്തയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഈ 8-ാം തീയതി ഒരു തിളക്കമാർന്ന വിജയത്തിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി ആരാകുമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കിടയിലെല്ലാം വളരെ മുന്നിൽ നിന്നിരുന്നൊരു പേര് രേഖ ഗുപ്തയുടേത് ആയിരുന്നു. കാരണം BJPക്കും NDAയ്ക്കും രാജ്യത്ത് 21 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. അതിനാൽ തന്നെ ഒരിടത്ത് വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം. പ്രത്യേകിച്ച് അടുത്ത കാലത്താണ് ലോക്സഭയിൽ വനിതാ സംവരണ ബില്ല് നടപ്പാക്കിയത്. ഒപ്പം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ പല പദ്ധതികളും നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നു. അതിനാൽ ഒരു വനിതാ മുഖ്യമന്ത്രി BJPക്ക് ഉണ്ടാവണം എന്ന വികാരം പാർട്ടിക്കകത്തൊക്കെ വളരെ ശക്തമായിരുന്നു. എന്തായാലും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ രേഖ ഗുപ്തയുടെ പേരാണ് ഇപ്പോൾ ഈ നിയമസഭാ കക്ഷി യോഗത്തിനകത്ത് ഉയർന്നു കേട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ BJPയുടെ ഈ കേന്ദ്ര നിരീക്ഷകർ, അതായത് രവിശങ്കർ പ്രസാദും അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടറി OP ധൻഖറുമാണ് കേന്ദ്ര നിരീക്ഷകരായി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അവരുടെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉപമുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? അനിൽ നമ്പ്യാർ, ഉപമുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിലൊരു വ്യക്തത നൽകുന്നില്ല. കാരണം ആദ്യം മുഖ്യമന്ത്രി, ഈ നിയമസഭാ കക്ഷി നേതാവ് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് ആദ്യഘട്ടം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ആരൊക്കെ ഉണ്ടാകണം എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നടക്കുക. അതിനാൽ ആദ്യഘട്ടത്തിൽ ഈ നിയമസഭാ കക്ഷി നേതാവായി ആരെയാണ് തെരഞ്ഞെടുത്തത് എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇപ്പോൾ രേഖ ഗുപ്ത പുറത്തു വന്ന ദൃശ്യങ്ങളാണോ നമ്മൾ കാണുന്നത്? യോഗം കഴിഞ്ഞോ? പ്രഖ്യാപനം എപ്പോഴാണ്? ഇത് ഇത് ഫയൽ വിഷ്വൽസ് ആണ്. PCR നിന്ന് അറിയിച്ചു. ഗൗതം, എപ്പോഴാണ് അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക? ഉറച്ചു നിൽക്കുന്നത്. അതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രേഖ ഗുപ്ത എത്തുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ അങ്ങനെ വനിതാ മുഖ്യമന്ത്രി എത്തുകയാണ്. ഏതാണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം 1998 ശേഷം ആദ്യമായി വീണ്ടും 27 വർഷങ്ങൾക്ക് ശേഷം ഭരണം ലഭിക്കുമ്പോൾ സുഷമ സ്വരാജിന് ശേഷം വീണ്ടും ഡൽഹിയിൽ ഒരു വനിത തന്നെ BJPയുടെ മുഖ്യമന്ത്രിയാകുന്നു എന്നതാണ് ഘടകം. രേഖ ഗുപ്ത വസുന്ധര രാജസിന്ധ്യയും ആനന്ദീബൻ പട്ടേലും നമുക്ക് അന്നബ്യാർ നേരത്തെ സൂചിപ്പിച്ചു വന്നത് ഈ മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചാണ്. അതായത് വസുന്ധര രാജസിന്ധ്യയും ഉമാഭാരതിയും അതുപോലെ തന്നെ ആനന്ദീബൻ പട്ടേലും സുഷമ സ്വരാജും ഒക്കെയാണ് മുൻപ് BJPയുടെ വനിതാ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. 4 വനിതാ മുഖ്യമന്ത്രിമാരാണ് മുൻപ് BJPക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രേഖ ഗുപ്ത BJPയുടെ 5ാമത്തേതും നമ്മുടെ രാജ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകും. നിലവിൽ മമതാ ബാനർജി. അതിനാൽ BJPക്ക് ഇപ്പോൾ 21 നിയമസഭകളിൽ ഭരണം പിടിക്കാൻ കഴിയുന്ന ഘട്ടത്തിൽ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. നമുക്കറിയാം 48 സീറ്റുകൾ നേടിക്കൊണ്ട് ഐതിഹാസികമായ ഒരു വിജയമാണ് കടന്നുപോയ തെരഞ്ഞെടുപ്പിൽ ത്. അതിനുശേഷം ആരാകും ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷ നിലനിന്നിരുന്നു. ഇപ്പോൾ ഷാലിമാർ മാർഗിൽ നിന്നും തിളക്കമാർന്ന രേഖ ഗുപ്തയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ 1990കളിൽ, അതായത് വിദ്യാർത്ഥി രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി. BJPക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി പ്രഖ്യാപനം
നടത്തുന്നു രവിശങ്കർ പ്രസാദ്. तीन प्रस्तावक थे वरिष्ठ नेता प्रदेश वर्मा जी, सतीश उपाध्याय जी और वीरेंद्र गुप्ता जी, जिन्होंने अनाउंस भी कर रहे हैं रविशंकर प्रसाद ने अनुमोदन किया। कर दिया अनाउंस कर दिया। ऊपर करो भाई ऊपर। फ्रीज यार फ्रीज कैसे हो गया? सर्वानुमति से अरे फ्रीज आ रहा है फ्रीज आ रहा है फ्रीज है। हम सभी जा रहे हैं भवन। अरे रुक जाओ सर्वर 7 नहीं है कर फ्रीज आ रहा है। मिल रहा है अब आ रहे अभी रुको अब आ रहे 14 सर्वर 14 मिल रहा है सर्वर 14 नरेंद्र यार बाइट हो रही है उधर। अरे हटो यार मीडिया के बंदों से निवेदन है कि थोड़ा सा ഡൽഹിക്ക് വീണ്ടും വനിതാ മുഖ്യമന്ത്രി ഷാലിമാർ മാർഗിൽ നിന്നുള്ള MLA രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി. മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയാണ് രേഖ ഗുപ്ത.